Hi friends, welcome back to my channel. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മുട്ടയുടെ തോട് ഉപയോഗിച്ചിട്ട് ഒരു ട്യൂലിപ്പ് ഫ്ലവേഴ്സ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയുടെ തോട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഹോൾ ഇട്ടിട്ടാണ് നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു പെയിൻറ്റും ബ്രഷൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഓറഞ്ച് കളറിലുള്ള ഫാബ്രിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഫാബ്രിക് പെയിൻറ്റ് അക്രലിക് പെയിൻ്റാണ്. ഈ ഒരു പെയിൻറ്റ് ഈ ഒരു മുട്ടയുടെ തോടിൽ കംപ്ലീറ്റ് ആയിട്ടും അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളർ പെയിൻറ്റും എടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു പെയിൻറ്റ് എടുത്തേ ഉള്ളൂ. ഈ മുട്ടത്തോടിൻ്റെ പുറം വശത്ത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു പെയിൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇത് ഡബിൾ ഷെയ്ഡിലൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൽ മാത്രമായിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഉണങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഫ്ലവേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു സ്റ്റെമ്മ് വേണം. അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് സ്ട്രോകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ഗ്രീൻ കളർ സ്ട്രോ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഗ്രീൻ കളർ ഇതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സ്ട്രോ തന്നെ വേണമെന്നില്ല. നമുക്ക് സാധാരണ ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗ്രീൻ കളർ കൊടുത്താലും മതി. ഇപ്പോൾ നമ്മൾ സ്റ്റെമ്മും അതുപോലെ തന്നെ ഒരു ഫ്ലവറൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് വേണം. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള തെങ്ങിൻ്റെ ഓലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഇതുപോലെ തന്നെ ഗ്രീൻ കളർ പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വശത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങിയിട്ടാണ് ഇതിൻ്റെ മറുവശത്ത് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ തെങ്ങിൻ്റെ ഓല എടുക്കുമ്പോൾ അതിൻ്റെ അറ്റം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ട്യൂലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ലീഫൊക്കെ കുറച്ച് നീളത്തിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് നീളത്തിൽ തന്നെ ഈ ഓല കട്ട് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ തോടും അതുപോലെ ഈ ഒരു സ്ട്രോകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ട് തന്നെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ തെങ്ങിൻ്റെ ഓല ഉണ്ടല്ലോ, അതുകൂടെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്ട്രോൻ്റെ രണ്ട് ഭാഗം അറ്റത്ത് നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിനൊരു സെപ്പൽസിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ അതൊന്ന് പ്രസ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കാക്കിയിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ആ മുട്ടയുടെ തോട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സ്ട്രോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള രണ്ട് ഭാഗം കൂടെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഈ വീഡിയോയിൽ വിട്ടുപോയതാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മളിത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണെങ്കിലും ഒട്ടിക്കുന്ന സമയത്ത് അതൊന്ന് ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് പ്രസ് ചെയ്ത് നിൽക്കണം. കാരണം മുട്ടയുടെ തോടാണ്. നമ്മളിതൊന്ന് വിട്ട് കഴിഞ്ഞാൽ നിലത്ത് ചാടിയ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. ഇങ്ങനെ നമ്മൾ എത്ര മുട്ടത്തോടാണോ എടുത്തിട്ടുള്ളത് അത്രയാണ് ഇതുപോലെ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊരു സിമ്പിളായിട്ടുള്ളൊരു വേസിലാണ് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളർ കോമ്പിനേഷൻ കാണാൻ തന്നെ. നമ്മൾ എന്തായാലും ലീഫിനും തണ്ടിനൊക്കെ നമ്മൾ എന്തായാലും ഇതുപോലെ ഒരു ഗ്രീൻ കളറിനെ കൊടുക്കണം. അപ്പോൾ അതിലേക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളർ നമ്മൾ എക്സെല്ലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെറും ഒരു പെയിൻറ്റിൻ്റെ ചിലവ് മാത്രമേ നമുക്കിതിലുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രമാണ്. ഏത് പ്രായക്കാർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റായിരുന്നു ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻ്റായിട്ട് കൂടെ അറിയിക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.